സമാധി വിവാദം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്. ആരാണ് ഗോപൻ സ്വാമി? എന്താണ് ഗോപൻ സ്വാമിയുടെ ചരിത്രം? നിങ്ങൾ ആരും ഇതുവരെ കേട്ടില്ലല്ലോ. ഇല്ലെങ്കിൽ അറിയണം. എങ്ങനെയാണ് മണിയൻ എന്ന ചുമട്ട് തൊഴിലാളി ഗോപൻ സ്വാമിയായി എന്നുള്ള ചരിത്രം. സ്വാഭാവികമായി ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വരുമാനമുള്ള മാർഗം ഭക്തിയാണല്ലോ. ഭക്തിക്ക് പൈസ ഇറങ്ങും പോലെ മറ്റൊന്നിനും മനുഷ്യർ യാതൊരു തരത്തിലും വേദനയില്ലാതെ കാശിറക്കില്ലല്ലോ. അങ്ങനെയാണ് നെയ്യാറ്റിൻകര അതിയന്നൂർ സ്വദേശിയായിട്ടുള്ള മണിയൻ ഇന്നിപ്പോൾ ഗോപൻ സ്വാമിയായി മാറിയത്. ആദ്യം നെയ്ത്ത് തൊഴിലാളിയായിരുന്നു. നെയ്ത്ത് തൊഴിലിൽ വലിയ വരുമാനം മെച്ചമില്ല. അതങ്ങോട്ട് വലുതായിട്ട് ശരിയാകുന്നില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം നേരെ ചുമട്ട് തൊഴിലാളിയായിട്ട് കുറച്ചു കാലം ജോലി ചെയ്തു. ഇതൊന്നും മോശം ജോലി എന്നല്ല പറയുന്നത്. ഒരാൾ എങ്ങനെയാണ് സ്വാമി പട്ടത്തിലേക്ക് എത്തിയതെന്നാണ് ഈ കഥയൊക്കെ കേട്ടപ്പോഴത്തേക്കും തോന്നിയത്. എങ്ങനെയാണ് മാതാ സുധാമണി അമ്മ അഥവാ മാതാ അമൃതാനന്ദമയി ഉണ്ടായത്, അതുപോലെയാണ് മണിയൻ ഇന്നിപ്പോൾ ഗോപൻ സ്വാമിയായി മാറിയത്. നെയ്ത്ത് തൊഴിലിൽ നിന്ന് വേണ്ടത്ര വരുമാനമില്ലാതായപ്പോൾ അദ്ദേഹം ചുമട്ട് തൊഴിലാളിയായിട്ട് മാറി. അത് AITUCയിലും BMSലും. ശ്രദ്ധിക്കുക, AITUCയിലായിരുന്നു. CITUവിൻ്റെ യൂണിയനായിരുന്നു, ട്രേഡ് യൂണിയനായിരുന്നു AITUC. അതിൽ നിന്ന് നേരെ എവിടെ എത്തി? BMSലെത്തി. BMSലെ ഈ ട്രേഡ് യൂണിയനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഈ വിശ്വാസം കൂടുകൂട്ടി